അമേരിക്കൻ ബന്ധമുള്ള ഇസ്രയേലിന്റെ വൈദ്യുതി നിലയം ആക്രമിച്ച് ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി പ്രതിരോധ സേന. ഇറാഖിൽ നിന്ന് നേരിട്ടാണ് ആക്രമണം ഉണ്ടായത്. വടക്കൻ ഇസ്രയേലിലുള്ള എലോൺ ടവർ പവർ പ്ലാന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സൂയിസൈഡൽ ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്ന് ഇറാഖി മിലീഷ്യ അറിയിച്ചു. വൈദ്യുതി നിലയത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇറാഖി മിലീഷ്യ പറഞ്ഞു. തങ്ങൾ ഇസ്രയേലിന്റെ സഖ്യരാഷ്ട്രങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിട്ടും നേരിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അവകാശപ്പെട്ടു. ഈ വൈദ്യുതി നിലയം ആക്രമണത്തിലൂടെ ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കുമുള്ള മുന്നറിയിപ്പാണ്. അമേരിക്കൻ കമ്പനിയുടെ 15 വർഷത്തെ കോൺട്രാക്റ്റിലാണ് വൈദ്യുതി നിലയം. ഗാസയിലെ കൂട്ടക്കൊലക്കുള്ള പ്രതികരണമാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇറാഖി പ്രതിരോധ സേന പറഞ്ഞു. പ്രസ് ടിവിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിനിടയിൽ ഇസ്രയേലിലേക്ക് ആയുധവുമായി വരികയായിരുന്ന കപ്പൽ നമീബിയൻ അതോറിറ്റികൾ തടഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. MV കാതറിൻ എന്ന കപ്പലാണ് തടഞ്ഞത്. നമീബിയൻ മന്ത്രി യോന്നെ ദസു പറഞ്ഞത് കപ്പൽ തടയാനുള്ള കാരണം ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ്.